ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു കാണില്ല. ഞാൻ രാവിലെ തന്നെ ഇന്നത്തെ വിശേഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കേട്ട് കാണും. ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ. അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പൂവൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വരികയാണ്. രേവതിയും സച്ചിയും ദേവുവും കൂടെയാണ് വരുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് തന്നെ അവിടെ കുറേ ചേച്ചിമാർ വന്ന് നിന്നു. നമ്മുടെ ചന്ദ്ര കയറി ചൊറിഞ്ഞു. ചേച്ചിമാർ ചന്ദ്രനെ കയറി അങ്ങോട്ട് മാന്തി. കാരണം വേറെ ഒന്നുമല്ല, ചന്ദ്ര പറയുന്നതിനെല്ലാം തക്ക മറുപടി കൊടുത്തിട്ട് രേവതിനെ ഇങ്ങനെ അപമാനിക്കുന്നതിനൊക്കെ നല്ല മറുപടി കൊടുത്തു കേട്ടോ ആ ചേച്ചിമാര്. അതായത് നമ്മുടെ ചന്ദ്രനെ അങ്ങ് നിർത്തി അപമാനിച്ചു. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും ദേവുവും കൂടി വരുന്നത്. ദേവുവിനെ കണ്ടത് പിന്നെ ഇളകിയില്ലേ നമ്മുടെ ചന്ദ്രയ്ക്ക്. ചന്ദ്ര ദേവുവിനെ കണ്ടുകൊണ്ട് നീ എങ്ങോട്ടടിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാനേ ഇവിടെ പൂ കെട്ടാൻ വന്നതെന്ന് പറഞ്ഞു. ഓ, പൂ കെട്ടാനോ? അതെ, പൂ കെട്ടാനല്ലേ. പിന്നെ പിന്നെ ഞങ്ങൾക്ക് പൂ കെട്ടാനല്ലേ അറിയത്തുള്ളൂ. പിന്നെ വീട് കെട്ടാൻ പറ്റത്തില്ലല്ലോ, അതും കൂടെ പൂ കെട്ടാൻ വന്നു. ഓ, നിനക്ക് വലിയ നാക്കാണല്ലോടി. നിന്റെ ചേച്ചിയുടെ കൂടെ കൂടി നിനക്ക് നാക്കായോ? അതിന് എൻ്റെ ചേച്ചിയുടെ കൂടെ കൂടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എനിക്ക്. ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ തന്നെയാണല്ലോ എപ്പോഴും. ഞങ്ങളുടെ അടുത്ത് നിന്ന് ചേച്ചി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു വർഷമൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ചേച്ചിയുടെ കൂടെ കൂടി എന്ന് പറയണ്ട, ചേച്ചി എൻ്റെ കൂടെ കൂടിയിട്ടാ സത്യം പറഞ്ഞ ചേച്ചിക്ക് കുറച്ച് നാക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് കേട്ട ഉടനെ നമ്മുടെ സച്ചി ചിരിക്കാണ് കേട്ടോ. സച്ചി രേവതിയൊക്കെ ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ ചേച്ചിമാരെല്ലാം പറഞ്ഞു, അല്ല എവിടെയാ രേവതി ഇരുന്ന് പൂ കെട്ടേണ്ടത്? ഇവിടെ ഇരുന്ന് കെട്ടണോ അതോ നമുക്ക് അങ്ങോട്ട് മാറി ഇരുന്ന് കെട്ടണോ? അത് പിന്നെ ഇവിടെ ഇരുന്ന് തന്നെ കെട്ട്. അത് പിന്നെ ഇതിന്റെ മണ്ടയിലൊരു പടുതയും കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒത്തിരി വെയിലടിക്കത്തില്ല, പൂ വാടിയും പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സച്ചു പറഞ്ഞു, അതെന്തിനാ ഈ പടുതയൊക്കെ ഇടുന്നത്? ആ അകത്തേക്ക് കയറി തിണ്ണയിലിരുന്ന് ചെയ്താൽ പോരെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര അവിടെ നിൽക്കുകയാണല്ലോ, ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുവോ തിണ്ണയിലൊക്കെ ഇരിക്കുന്നത്? അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ലേ നമ്മുടെ രവീന്ദ്രൻ. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യ, ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആ, ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ആ എങ്കിൽ പിന്നെ എവിടെയാ അച്ഛാ ഇരിക്കേണ്ടത്? അത് പിന്നെ വീടിനകത്ത് പോയിരിക്കുക, അകത്ത് ഹോളിലിരുന്ന് എല്ലാവർക്കും കൂടെ കെട്ടാമല്ലോ എന്ന്. ഇത് കേട്ടതും ചന്ദ്ര, ഹോളിലോ? ആ, ഹോളില്. അതിനെന്താ ചന്ദ്ര പ്രശ്നം ഇരിക്കുന്നത്? ഇത് പൂവാ, ഇത് വാടിപ്പോകും. അതുകൊണ്ട് അകത്ത് ഹോളിലിരുന്ന് കെട്ടിയാൽ മതി. പിടിക്ക് എല്ലാം പിടിച്ച് അകത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ എല്ലാം പിടിച്ച് അകത്ത് കൊണ്ടുവച്ചു. കോപ്പ് നമ്മുടെ ചന്ദ്രക്കാണ് കലി വരുവാണ് കേട്ടോ. ഇനി ഇതുകളെല്ലാം സഹിക്കണ്ടേ. ദേഷ്യം വന്നിങ്ങനെ ചന്ദ്ര ഇരിക്കുകയാണ്. ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. അപ്പൊ അകത്തെല്ലാവരും പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. വെച്ചിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി നമ്മുടെ സച്ചി പോയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഇന്നാ 300 രൂപ ഇന്നാ ഓട്ടോക്കൂലി എന്ന് പറഞ്ഞു. 300 രൂപയോ? അങ്ങനെ 300 രൂപ ഓട്ടോക്കൂലി? അല്ല, അപ്പൊ 750 രൂപ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അത് പിന്നെ ഞാന് അവിടെ കുറച്ച് പൈസ കൊടുത്തായിരുന്നല്ലോ പെറ്റി അടിച്ചപ്പം. ഓ, അത് കേട്ടില്ലേ അച്ഛാ, കണക്ക് പറയുന്നത് കണക്ക് നല്ല കൃത്യമായിട്ടാ പറയുന്നത്. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതങ്ങനെയാടാ ബിസിനസ്സുകാര്. ബിസിനസ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ കണക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ചോദിച്ച് തന്നെ പൈസ മേടിക്കണം, കറക്റ്റ് പൈസ അങ്ങോട്ട് കൊടുക്കുകയൊക്കെ വേണം. എങ്കിലേ ഇതിനൊക്കെ ഒരു മീച്ചം ഉണ്ടാകത്തുള്ളൂ, ബിസിനസ്സിന് ഒരു ലാഭം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ എറിഞ്ഞ് പൈസ കൊടുക്കാൻ പറ്റുമോ? ആർക്കും അങ്ങനെ പറ്റത്തൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, പൂ എടുക്കാൻ പോകാൻ പറഞ്ഞു. ഈ ഒരു സമയത്ത് ചന്ദ്രയോട് പറഞ്ഞു, ചന്ദ്രേ നീ ഒരു കാര്യം ചെയ്ത് ചന്ദ്രേ, കുറച്ച് ചായ എടുത്ത രേവതിക്കൊക്കെ കുടിക്കാന്. ഓ, ഞാൻ ചായ എടുക്കാനോ? ആ, എന്താ നീ ചായ എടുത്താൽ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോ, ഓ ഇനിയിപ്പോ ചായയും കൂടെ എല്ലാത്തിനും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, എനിക്ക് വന്ന ഗതികേടെ എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിൽ പോയിട്ട് ഭാവേനെ വിളിക്കുകയാണ്. ഭാവേനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഭാമേ, നീ ഒരു കാര്യം ചെയ്യുക, അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. ഞാനിപ്പോ എന്തിനാടി അങ്ങോട്ടേക്ക് വരേണ്ടത്? അത് പിന്നെ അത്യാവശ്യമായിട്ട് നീ ഇവിടെ വരെ ഒന്ന് വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു. ഈ സമയത്ത് ശ്രുതിയും അകത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ സമാധാനം നഷ്ടപ്പെട്ടു. ചന്ദ്രയുടെ ഒരു ടൈപ്പ് ആണല്ലോ ഈ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറഞ്ഞു, കണ്ടുപഠിക്ക് ബിസിനസ് ചെയ്യുന്നത്, കണ്ടില്ലേ എന്നിങ്ങനെ പറയും. അപ്പൊ പുറത്തിരുന്ന് ഇവര് ഫോട്ടോ ഒക്കെ എടുക്കാണ്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ ഇടാം. അപ്പൊ ഈ മാർക്കറ്റിംഗ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ശരിയാണല്ലോ, ഞാനും എൻ്റെ കൂട്ടുകാർക്ക് കുറെ പേർക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ഒരു സമാധാനമില്ല. ശ്രുതി വീണ്ടും ശ്രുതിയോട് പറയുക, കണ്ടോ കേട്ടോ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ബിസിനസ് അറിയാം, ബിസിനസിന്റെ തന്ത്രങ്ങളെല്ലാം പഠിച്ചവള് തന്നെയാ രേവതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നിനക്കും ഉണ്ടല്ലോ കട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കും ആ കടയുടെ പരസ്യം ചെയ്യാം. സ്വന്തം കടയല്ലേ പരസ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വന്തം കടയല്ലേ അപ്പൊ ബ്യൂട്ടി പാർലർ? അത് പിന്നെ സ്വന്തം കടയാണ്. അല്ല, അതിന്റെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം വേണ്ട. ഓ,
ഓ, നമ്മുടെ ശ്രുതി അങ്ങോട്ട് അറിയാതെ അങ്ങ് വായിന്ന് വീണു. ഈ സത്യങ്ങളൊക്കെ ഈ മറച്ചു വെക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അതായത് എത്ര മൂടി വെച്ചാലും നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വന്നു പോകും ഒരിക്കൽ. അതുപോലെയാണ് നമ്മുടെ ശ്രുതിയുടെ വായിൽ നിന്ന് വീണത്. തട്ടിയും മുട്ടിയും എങ്ങനെയോ നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു. ഈ സമയം ശ്രുതി പൂവൊക്കെ കെട്ടുന്ന കാണാൻ വേണ്ടി ചുറ്റും നടന്നൊക്കെ ചെല്ലുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത്, എടാ ഇങ്ങ് വന്നേടാ, നീ ഇവിടെ ചുമ്മാ ഇരിക്കുമല്ലേ? ആ അതെ അച്ഛാ, എങ്കിൽ പിന്നെ ഈ ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ ഒന്ന് നല്ല സെറ്റപ്പായിട്ട് പിടിച്ചേ എന്ന് പറഞ്ഞ് അതങ്ങ് കൊടുക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അകത്തു നിന്ന് കേൾക്കാം, കലി വരുവാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. കോപ്പ്, ഇങ്ങേർക്ക് അങ്ങോട്ട് ചെല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഇനി വീഡിയോ എടുത്ത് കൊടുക്കാൻ എന്തിന്റെ സൂക്കേടാ എന്നൊക്കെ ഇങ്ങനെ പുറപുറത്തോട്ട് അകത്തിരിക്കുക. ചന്ദ്രയാണെങ്കിൽ എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ചന്ദ്ര അവിടെ നിന്ന് മാറി. അപ്പൊ നമ്മുടെ ദേവു ആട്ടോ അവിടെ തിരിച്ച് ചായയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ചായ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴെന്ത് വാസനയാ ഈ വീട്ടിനകത്ത്. ഇതാണ് പറയുന്നത്, പൂക്കാരിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാല് ഒരു ഐശ്വര്യം ഉണ്ടാവുന്ന. രേവതി ഇവിടെ വരികയും ഐശ്വര്യം വന്നു. പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞ, എന്താ ഞാനുണ്ടായിരുന്നപ്പോ ഐശ്വര്യം ഇല്ലായിരുന്നോ? അല്ല ഇവിടെ നല്ല വാസന ഇല്ലായിരുന്നോ? അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറയുന്നത്, നല്ല വാസനയല്ലായിരുന്നു, ബാധയായിരുന്നു, ബാധ, പ്രേതബാധ ബാധിച്ച പോലെ ആയി പോയി ഈ കുടുംബം എന്ന് പറഞ്ഞപ്പോ, എന്താണ് സച്ചി നീ പറഞ്ഞത്? അല്ലേ അച്ഛാ, ബാധ കയറിയ പോലെ ആയി പോയില്ലേ ഈ കുടുംബം എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ രവീന്ദ്രനും അവിടെ കൂടിയിരുന്ന എല്ലാവരും ചിരിക്കാണ് കേട്ടോ. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോ സകല നിയന്ത്രണവും തെറ്റിപ്പോയി നമ്മുടെ ചന്ദ്രയുടെ. ഏതായാലും ചന്ദ്ര പതുക്കെ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഇതൊന്നും നീ കണ്ടില്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കണ്ടു അമ്മേ, എന്ത് കോപ്പ് കാണാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത്. എനിക്കാണെങ്കിൽ ഇതിനോടൊന്നും തീരെ താല്പര്യമില്ല. മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് കുറെ പൂക്കൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ എങ്ങാണ്ട് കിട്ടുന്നൊക്കെയാ പറയുന്നത്. 5 ലക്ഷം രൂപയോ? പൂവിനൊക്കെ ഇപ്പൊ നല്ല മാർക്കറ്റിംഗാ മോളെ. പൂവിനൊക്കെ എന്നാ വിലയാണെന്നറിയാമോ? അത് നിമിഷ നേരം കൊണ്ട് കണ്ണടച്ചല്ലേ കെട്ടുന്നത്. അതും കെട്ടുന്നത് കണ്ടോ, മോള് ചെന്ന് നോക്ക്, അടിപൊളിയായിട്ടാ കെട്ടുന്നത്. ആണോ? ഏതായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ലമ്മേ, എനിക്കത് കാണാനൊന്നും തീരെ താല്പര്യമില്ല. മോൾ അങ്ങോട്ടേക്ക് പോകണ്ട. എന്തിനാ വെറുതെ ആ പൂവിൻ്റെ അടുത്തേക്ക് ചെന്ന് കയറുന്നത്? അല്ലെങ്കിൽ കുറേ നിങ്ങൾ അങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. മോളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം കണ്ണു വെക്കും. അതുകൊണ്ട് മോൾ അങ്ങോട്ടേക്ക് പോകണ്ട. മോള് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറൊക്കെ ഇടുന്നല്ലേ, അതിൻ്റെ ഒരു ചെറിയ കുശുമ്പും ഉന്നായ്മയൊക്കെ നിങ്ങൾക്ക് കാണും. അതുകൊണ്ട് മോൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ശ്രുതിനെ അവിടെ പിടിച്ചിരുത്താണ്. എവിടെ നിന്ന് ബ്യൂട്ടി പാർലർ പോയിട്ട് ഒരു മുറുക്കാൻ കട പോലും സ്വന്തമായിട്ടില്ല നമ്മുടെ ശ്രുതിക്ക്. ശ്രുതിയാണ് ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നത്. ചന്ദ്ര ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ ഓർത്ത് നോക്കണേ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വർഷ ഡബ്ബിയാണ്. അപ്പൊ വർഷ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് സർപ്രൈസ് ആയിട്ട് എന്തോ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അപ്പം ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ വർഷ. അപ്പോൾ ഡബ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പറഞ്ഞു, നല്ല വിശപ്പ് സാറേ, ഞാൻ എന്നാ ഫുഡ് ഒന്ന് ഓർഡർ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഫുഡ് ഓർഡർ ചെയ്തല്ലോ, ചെന്ന് നോക്ക്, അവിടെ ഫുഡൊക്കെ ഓർഡർ എപ്പോഴേ ചെയ്ത് കഴിഞ്ഞു. ആരും ഓർഡർ ചെയ്തു? ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അല്ല, വർഷ ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ലഞ്ച് കഴിക്കുന്ന റൂമിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താ, തന്റെ ഭർത്താവ് നമ്മുടെ ശ്രീകാന്ത് നിൽക്കുന്നു കയ്യിൽ ഫുഡൊക്കെ ആയിട്ട്. ഭയങ്കര സന്തോഷമായില്ലേ ശ്രീകാന്ത്? ശ്രീകാന്ത് എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത്. എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണാൻ തോന്നി. ഓഹോ, ഇതുവല്ലാത്ത തോന്നലാണല്ലോ. അതെന്താ, എനിക്ക് തോന്നിക്കൂടെ? എനിക്ക് പെട്ടെന്ന് നിന്നെ കാണാൻ തോന്നി, ഞാൻ വന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് പറ്റി? ചെറിയൊരു റൊമാൻസ് ഒക്കെ എന്ത് പറ്റി? ഈ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ആണല്ലോ ഗിഫ്റ്റ് ഒക്കെ തരുന്ന ആൾക്കാര്, അതുപോലെ ഗിഫ്റ്റ് കൊണ്ടുവന്നതാണോ? വെഡിങ് ആനിവേഴ്സറി ആകാറായില്ലല്ലോ നമ്മുടെ. വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്, പക്ഷെ ഇന്ന് രാവിലെ നീ എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ? ഞാൻ എന്ത് ഗിഫ്റ്റ് തന്നു? അത് നീ ഇന്ന് രാവിലെ എനിക്ക് എന്ത് ഗിഫ്റ്റാ തന്നത്? ഉമ്മയോ? അത് ഗിഫ്റ്റാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ. അത് ഭാര്യയും ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നതല്ലേ, അതിന് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എന്തോ അതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാ തോന്നിയത്. ഏതായാലും നീ ഉണ്ടല്ലോ വലിയൊരു സംഭവ വർഷ. നീ വലിയൊരു വഴക്കുണ്ടാക്കിയിട്ട് നീ ആയിട്ട് തന്നെ അത് പെട്ടെന്ന് തീർത്തില്ലേ. എന്തോ എനിക്കപ്പം നിന്നെ കാണണമെന്നും എന്തോ നിന്നോട് സംസാരിക്കണം എന്നൊക്കെ ഒരു തോന്നല. അതാ ഞാൻ പോന്നത്. ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അതെടുത്ത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും എന്തൊരു ടേസ്റ്റാ ശ്രീകാന്തെ. സത്യമായിട്ടും എത്ര വഴക്ക് കൂടിയാലും ശ്രീകാന്തിന്റെ കൈയും കൊണ്ടുണ്ടാക്കി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അറിയാതെ വഴക്കൊക്കെ അങ്ങ് മാറിപ്പോവും. ഇതൊരു പ്രത്യേക മാജിക്കാട്ടോ ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോ, നിന്റെ കയ്യിലും ഉണ്ടല്ലോ ഉമ്മ മാജിക് എന്ന് ചോദിച്ചു. എന്താ വേണോ? ഉമ്മ വേണോ? എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാട്ടോ, ഇനി എന്നും രാവിലെ അവിടെ നിന്ന് വരുമ്പോ ഒരു ഉമ്മ തരാം. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചുമായിട്ട് ഇങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുമല്ലോ. ആയിക്കോട്ടെ. എന്നും ഉമ്മ തരുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ല, ഈയിടെ എങ്ങാണ്ടൊക്കെ ഞാനേ വാർത്തയിലൊക്കെ കണ്ടതാ, പങ്കാളിയുടെ കയ്യിൽ നിന്നും ഒരു ഉമ്മ കിട്ടുന്നതിന് ഒരായുസ് കൂടുന്നു. അത് സത്യമായിരിക്കൂലേ? അത് സത്യമാക്കാനൊന്നും ശ്രീകാന്ത് നോക്കണ്ട. ഏതായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്നും പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്ത് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് വരികയാണ്. എങ്ങോട്ട്? നമ്മുടെ ചന്ദ്രോദയക്ക്.
അപ്പൊ അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നിറയെ പൂക്കളും ഇങ്ങനെ ഇരുന്ന് ഇവിടെ പൂവൊക്കെ കെട്ടുന്നത്. വർഷയ്ക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയി പോയിട്ടോ, ആദ്യമായിട്ട് കാണുമല്ലേ. വർഷ, ഇതെന്താ ഇത്ര പൂക്കള്, ഇത്രയധികം പൂക്കള് കെട്ടുന്നത്, ഇതെന്താ അച്ഛാ, ഇതെന്താ രേവതി എന്നിങ്ങനെ ചോദിക്കാം. അച്ഛാ എന്നല്ല, അങ്കിള് ഇതെന്താ രേവതി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ രേവതി പറഞ്ഞു, അത് പിന്നെ കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പൊ അതാന്ന് പറഞ്ഞു. ഇത്ര ഓർഡർ കിട്ടിയോ രേവതിക്ക്? ചേട്ടന് ഓർഡർ കൊണ്ടു തന്നതാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ഏതായാലും രസമായിട്ടുണ്ട് കേട്ടോ. നല്ല വാസന, എന്താ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ചന്ദ്ര പെട്ടെന്ന് വന്നിട്ട്, മോളെ വർഷം നീ വന്നേ, നീ ഇവിടെ നിൽക്കണ്ട, അകത്ത് കയറിപ്പോ, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതെന്താ ആന്റി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് ശരിയാവാത്തത്? എന്ത് നല്ല സ്മെല്ലാ വരുന്നത്, ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. അതേ രേവതി ചേച്ചി, ഞാൻ ഫ്രഷ് ആയിട്ട് ഓടി വരാട്ടോ, എന്നിട്ട് ഞാനും കൂടെ പൂ കെട്ടാൻ കൂടാമേ എന്ന് പറഞ്ഞ് ഫ്രഷ് ആകാൻ വേണ്ടി രേവതിയും, രേവതിയല്ല, നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ അങ്ങ് പോയി. വർഷയും ശ്രീകാന്തും കൂടെ പോയിട്ട് ഓടി വന്ന് ഇവരുടെ കൂടെ ഇരുന്ന് പൂവും കെട്ടാൻ തുടങ്ങിയിട്ട്, അപ്പം പൂ കെട്ടാൻ അറിയത്തില്ലല്ലോ വർഷയ്ക്ക്. രേവതിയോട് ചോദിച്ചു, രേവതി ചേച്ചി എന്നെയും കൂടി ഇത് പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, അതിനിപ്പോൾ എന്താ, പഠിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ് 2 വള്ളിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ. അങ്ങനെ കെട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം ആണോ, ഇനി ഞാൻ കെട്ടാമേ, അതിങ്ങ് തന്നേന്ന് പറഞ്ഞ് നമ്മുടെ വർഷം മേടിച്ച് ഇങ്ങനെ പൂവൊക്കെ വെച്ച് കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ദേവു പറഞ്ഞത്, അത് പിന്നെ അത്ര വലിച്ചു മുറുക്കി കെട്ടരുത്, പൂവല്ലേ അത് പിച്ചി പോകുമെന്ന് പറഞ്ഞപ്പം, ആണോ, അല്ല മുറുക്കി കെട്ടിയില്ലെങ്കിൽ ഇത് ലൂസായി പോകില്ലേ എന്ന് പറഞ്ഞ കൂടെ ഒറ്റ മുറുക്കലും ഇങ്ങനെ മുറുക്കിത് തെറിച്ചങ്ങോട്ട് പോയി പൂവെല്ലാം കൂടെ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും കൂടെ ചിരിച്ചു കേട്ടോ. ശ്രീകാന്ത് പറഞ്ഞു, പറ്റുന്ന പണിക്ക് പോയാൽ പോരെ പോളെ, നിനക്ക് ഡബ്ബിങ്ങേ പറഞ്ഞിട്ടുള്ളൂ, അവനവന്റെ ജോലി ചെയ്യണം, അങ്ങനെയാ വേണ്ടത്. നിനക്ക് ഡബ്ബിങ്, രേവതി ചേച്ചിക്ക് പൂകെട്ടല്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അതെന്താ രേവതി ചേച്ചിക്ക് പൂകെട്ടാൻ മാത്രമേ അറിയത്തുള്ളൂ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നന്നായിട്ട് ഡബ് ചെയ്യും, ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഡബ് ചെയ്തു നല്ല പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ പെട്ടെന്ന് ചന്ദ്രയൊക്കെ ഞെട്ടിപ്പോയിട്ടോ. ചന്ദ്ര, ഇവള് ഡബ് ചെയ്യാനോ? ആന്റി, ഒരു ദിവസം ഒരാളില്ലായിരുന്നു ഞങ്ങളുടെ അവിടെ, അതിന് പകരമായിട്ട് രേവതി ചേച്ചിനെ കൊണ്ടാണ് ഞങ്ങൾ ഡബ് ചെയ്യിച്ചത്. എന്ത് രസമായിട്ടാണെന്ന് പറഞ്ഞത്. ഒരു അമ്മായിയമ്മയോട് വഴക്കുണ്ടാക്കുന്ന സീന് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ഇത് കേട്ട ഉടനെ നമ്മുടെ രേവതിയല്ല, ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക, അപ്പൊ ഇവള് അമ്മായിയമ്മേനെ വഴക്കുണ്ടാക്കുന്ന സീൻ നല്ല ഗംഭീരമായിട്ട് ചെയ്യൂലോ, ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കും ഭാമ വന്നു. ഭാമ വന്ന ഉടനെ, ഇതെന്താ ഞാൻ ഈ കാണുന്നത്, ഇത്രമാത്രം പോവോ, ഇതെവിടെന്നാ? അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ ഒന്നും അറിഞ്ഞില്ലേ, വാർത്തയിലുണ്ടായിരുന്നല്ലോ. വാർത്തയിലുണ്ടായിരുന്നോ? എന്താ കളിയാക്കുവാണോ? അല്ല റേഡിയോയിൽ വന്നില്ലേ? റേഡിയോയിലോ? എന്താ രവിയേട്ട ഈ പറയുന്നത്, ഞാൻ കേട്ടില്ലല്ലോ. അല്ല, നിന്നെ വിവരങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു റേഡിയോ ഉണ്ടല്ലോ, ചന്ദ്രാസ് റേഡിയോ. ഞാൻ അതിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇത് കേട്ടോ ചന്ദ്ര, രവിയേട്ടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ, അതിന് ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന കാര്യം മുഴുവൻ നാട്ടിലൂടെ പറഞ്ഞോണ്ട് നടക്കുമല്ലേ. നീ വീട്ടിൽ നടക്കുന്ന കാര്യം നാട്ടിൽ പറഞ്ഞില്ലേലും ഭാമയുടെ ചെവിയിൽ എത്തിക്കാതിരിക്കില്ലല്ലോ. ഭാമേ, ഏതായാലും നമ്മുടെ രേവതിക്ക് കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പൂ കെട്ടുക ഇവിടെ എല്ലാവരും കൂടെ. ഒരു കല്യാണമുണ്ട്, ആ കല്യാണത്തിന് വേണ്ടിയാ. ഒരു കല്യാണമല്ല, 250 കല്യാണം. 250 കല്യാണത്തിനും പൂ കെട്ടുന്നത് നമ്മുടെ രേവതിയാ. ഇവിടെ നിന്നാ പൂ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിശയമായി പോയിട്ട് നമ്മുടെ ഭാമയ്ക്കും. ഭാമ അവിടെ ഇരുന്ന് പൂ കെട്ടാനൊക്കെ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സച്ചിയോട് എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി, ഫുഡ് ഒന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി സച്ചി നമ്മുടെ സുധിയോട് ചോദിച്ചു. അപ്പൊ സുധി എന്നാ പിന്നെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കയറി നമ്മുടെ ശ്രുതി എതിർക്കുകയാണ്. ശ്രുതി പറഞ്ഞു സുധിയോട് പോകണ്ടെന്ന്. കാരണം നിങ്ങൾ അതിനും ഇതിനുമൊക്കെ ഈ പിള്ളേരെ പറഞ്ഞു വിടുന്ന പോലെ എന്തിനാ എന്റെ ഭർത്താവിനെ പറഞ്ഞു വിടുന്ന എന്നുള്ള രീതിയിൽ. അപ്പൊ സച്ചി പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇപ്പം ഭക്ഷണം മേടിക്കാൻ പോകുന്നതിന് കുഴപ്പമിരിക്കുന്നത്, അതിനിപ്പം വലിയ പ്രശ്നമുണ്ടോ? അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ശ്രുതി നീ പോയി മേടിക്കാൻ പറഞ്ഞു. ശ്രുതി അവിടെ പറഞ്ഞത് ഏറ്റില്ല കേട്ടോ. അപ്പൊ ഏതായാലും ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിക്ക് ഇതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നുമില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷം തന്നെയാണ് കേട്ടോ നാളെ. ഒരു പൂകെട്ടൽ വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത്. ഫുൾ വിശേഷമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.